ഒരു എമർജൻസി എങ്ങനെ സർവീസ് ചെയ്യാം എന്നാണ് നോക്കുന്നത് കേട്ടോ. ഈ ഒരു എമർജൻസി ഇംപെക്സ് എന്ന കമ്പനിയുടെ ഒരു ചെറിയ മോഡൽ എമർജൻസിയാണ്. എമർജൻസി ലൈറ്റാണ്. നിലവിൽ വർക്ക് ചെയ്യുന്നില്ല, കത്തുന്നില്ല. എന്താണ് ഇത് കത്താതിരിക്കാനുള്ള പ്രോബ്ലംസ്, എന്താ പ്രശ്നമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് എമർജൻസി ഞാൻ അയച്ചു. എമർജൻസി ലൈറ്റ് അഴിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇത് ബോർഡ്, ഒരു ബാറ്ററി, ചാർജിങ് സോക്കറ്റ്, AC ചാർജിങ് സോക്കറ്റ്, DC ചാർജിങ് സോക്കറ്റ്, ഇതിൻ്റെ ഇൻഡിക്കേറ്റർ, ചാർജ് കയറുമ്പോഴുള്ള ഇൻഡിക്കേഷൻ. ഇതിൻ്റെ ബാറ്ററിയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി എത്ര വോൾട്ടേജാണ്? 4 വോൾട്ട് 2800 mAh ബാറ്ററിയാണ്. ഇപ്പോൾ നിലവിൽ ഈ ബാറ്ററിയിൽ ചാർജില്ല, ആകെ 0.something വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. 4 വോൾട്ടേജ് ഉണ്ടെങ്കിലേ ഇത് കത്തുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഒരു ബാറ്ററി ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ പ്രകാശിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പിന്നെ അത് എന്തുകൊണ്ട് പ്രകാശിക്കുന്നില്ല എന്ന മറ്റുള്ള കാരണം എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. ബാറ്ററി, പുതിയ ബാറ്ററി ഇട്ടപ്പം തന്നെ സംഗതി ഓക്കെയാണ് കേട്ടോ. സംഭവം ഇതിൻ്റെ ബാറ്ററി പോയതാണ്. അപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആകുമ്പോൾ ഇതൊരു സിമ്പിൾ സർക്യൂട്ട് ആയതുകൊണ്ട് ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്ന കൂട്ടത്തിൻ്റെ ബോർഡിൽ ചെറിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഒരു റെസിസ്റ്റർ കത്തിപ്പോയിട്ട് കാണുന്നുണ്ട്, നല്ല ചൂടായിട്ട് കാണുന്നുണ്ട്. അത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിൽ DC വോൾട്ടേജ് ബാറ്ററിയിലേക്ക് കയറുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ചിലപ്പോൾ ബാറ്ററി ഫുൾ ഡൗൺ ആയ സമയത്ത് ചെറിയ ഹീറ്റായതായിരിക്കും. ഇതിപ്പോൾ കറണ്ടിലല്ലെങ്കിൽ DC ചാർജർ വെച്ചിട്ടും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് കറണ്ട് കൊടുത്ത് നോക്കട്ടെ. പ്രശ്നമില്ല കേട്ടോ. ഈ ചാർജിങ് ഇൻഡിക്കേറ്റർ കാണുന്നുണ്ടല്ലോ, ചാർജിങ് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അത് നമുക്കിനി ചാർജ് ബോർഡിൽ നിന്നും ബാറ്ററിയിലേക്ക് എത്ര ചാർജ് കയറുന്നുണ്ടെന്നാണ് ഇനിയിപ്പോൾ നോക്കണം. ബാറ്ററിയിലേക്ക് എത്തുന്ന ചാർജ് കയറുന്നുണ്ട്. അതെ, ചാർജ് കയറുന്നൊക്കെ ഉണ്ട്. നല്ല വർക്കിംഗ് ഉണ്ട് കേട്ടോ. ചാർജ് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി മാത്രം മാറ്റിയാൽ ഈ എമർജൻസിൻ്റെ കംപ്ലൈൻറ്റ് തീരും, പ്രശ്നപരിഹാരമാകും. ഓക്കെ, അങ്ങനെ ബാറ്ററി മാറ്റിയിടുകയാണ്. പുതിയ ബാറ്ററി കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രകാശം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കാം. എന്നാലും വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഞാൻ ചെക്ക് ചെയ്തപ്പം കാണാൻ കഴിഞ്ഞിട്ടില്ല. വോൾട്ടേജ് എല്ലാം ബാറ്ററിയിലേക്ക് വരുന്നതെല്ലാം കറക്റ്റ് തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് പവർ കട്ടെല്ലാം ഇല്ലാത്തതുകൊണ്ട്, എമർജൻസി അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട്, എമർജൻസി ലൈറ്റ് അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട്
ചാർജ് ചെയ്യാതെ വെച്ച് കാണും. അപ്പോൾ ചാർജ് ചെയ്യാതെ വെച്ച് ഇങ്ങനെ ആയി ഓട്ടോമാറ്റിക്കലി ബാറ്ററി ഇറങ്ങിപ്പോകും. നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം അങ്ങനെ തന്നെ. നമ്മൾ ഉപയോഗിക്കാണ്ട് നിന്നാൽ അത് അതിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കും. അത് കഴിയുന്നത് നമ്മൾ ഉപയോഗിക്കണം. എമർജൻസിയിലായിട്ടുള്ള ഇടയ്ക്ക് നമ്മൾ ചാർജ് ആക്കണം. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കുറച്ച് നേരം ഒന്ന് ഉപയോഗിക്കുക, ചാർജിന് ഇട്ടേക്കാം, ചാർജ് ചെയ്ത് വെച്ചേക്കാം. അതിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ വർക്ക് ചെയ്യാതൊക്കെ ആവും. ഇത് കണ്ടിട്ട് നല്ല പുതിയ എമർജൻസി ആണെന്ന് തോന്നുന്നു. എന്താണ് നല്ല ബാറ്ററി പോയിട്ടാണ് കാണുന്നത്. ബാറ്ററി ഇതിനകത്തേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തു. ബാറ്ററിനകത്തേക്ക് ഫിറ്റ് ചെയ്തു. കാണാം നല്ല നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട്. നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റ് എമർജൻസി ലൈറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റായി. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യണം. നമ്മുടെ എമർജൻസിൻ്റെ വർക്ക് കംപ്ലീറ്റായി. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനാദ്യം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നു. മറ്റ് പ്രോബ്ലംസ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ബാറ്ററിയൊക്കെ ഇട്ട് നന്നായി പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.